ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ പള്ളിക്കുട്ടമയ്ക്കടുത്തുള്ള പുന്നകുന്നം സെന്റ് ജോസഫ് പള്ളിയിലാണ്. കുട്ടനാട്ടിൽ ഒട്ടേറെ പള്ളികളുണ്ടെങ്കിലും അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അത്ഭുതകരമായ ഒരു പ്രത്യേകത ഈ പള്ളിക്കുണ്ട്. ആ പ്രത്യേകത പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീലക്ഷ്മി പ്രദീപ്. വെൽക്കം ടു ചേസിംഗ് ദ വണ്ടർ. പള്ളിയുടെ വടക്കുവശത്തുള്ള മനോഹരമായ സെമിത്തേരിയും അതിന് 15 അടിയോളം താഴെയുള്ള പ്രാർത്ഥനാലയവുമാണ് ആ കൗതുക കാഴ്ച. പ്രതീക്ഷ എന്നർത്ഥം വരുന്ന ഹോഷിയ എന്ന ഹീബ്രു വാക്കും സ്ഥലം എന്നർത്ഥം വരുന്ന സ്ഥാൻ എന്ന വാക്കും ചേർന്നാണ് ഹോഷി സ്ഥാൻ എന്ന് ഈ സ്ഥലത്തിന് പേരിട്ടിരിക്കുന്നത്. ഇരുപത്തിയഞ്ച് വർഷത്തോളം ഇവിടെ വികാരിയായിരുന്ന ഫാദർ ജോസഫ് മുരിങ്ങയിലാണ് ഈ സെമിത്തേരിയും അതിന് താഴെയായി മനോഹരമായ പ്രാർത്ഥനാലയവും പണി കഴിപ്പിച്ചത്. 2001 ഇതിന്റെ പണി തുടങ്ങിയത്. 2013 മാർച്ച് 11 ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം വെഞ്ചരിപ്പ് നടത്തി. സെമിത്തേരികൾ പലപ്പോഴും നമ്മളിൽ ഭയം ജനിപ്പിക്കാറുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. വിദേശ രാജ്യങ്ങളിലേതുപോലെ മനോഹരമായി നിർമ്മിച്ച ഒരു സെമിത്തേരിയാണ് ഇത്. ഹോഷിയ സ്ഥാനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പള്ളി വികാരി റവറൻഡ് ഫാദർ ടോണി മണിയഞ്ചിറ നമ്മളോട് പങ്കുവയ്ക്കുന്നു. ദേവാലയങ്ങളോട് ചേർന്ന് സെമിത്തേരികളുണ്ട്. ഈ സെമിത്തേരികൾ സാധാരണ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം മരിച്ചവരുടെ അടക്കം ചെയ്ത സ്ഥലത്ത് കടന്നു ചെല്ലാൻ എല്ലാവർക്കും അത്ര താല്പര്യമില്ല. കാരണം അത് ഒറ്റപ്പെട്ട സ്ഥലമായിരിക്കും, കാര്യമായിട്ടൊന്നും സംരക്ഷിക്കാൻ സാധ്യതയില്ല. എന്നാൽ പുന്നകുന്നശ്ശേരിയിലെ ഈ സെമിത്തേരി, ഹോഷസ്ഥാൻ എന്നറിയപ്പെടുന്ന ഈ സെമിത്തേരിയിൽ ആർക്കും എപ്പം വേണമെങ്കിലും കടന്നു വരാം. ഏത് രാത്രി കടന്നു വന്നാലും ഇവിടെ സ്വസ്ഥമായിട്ടിരിക്കാനും പ്രാർത്ഥിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഈ സെമിത്തേരിയുടെ പ്രത്യേകത. ഇത് വിഭാവനം ചെയ്ത ബഹുമാനപ്പെട്ട ജോസഫ് മുരിങ്ങയിലച്ഛൻ അച്ഛൻ ഈ സെമിത്തേരി പണിയുമ്പോൾ മരിച്ചവരോടുള്ള ഒരു ആദരവ് നമ്മുടെ മനസ്സിൽ നിന്നും ഉണ്ടായിരിക്കണമെന്നുള്ള ഒരു ചിന്തയിലാണ് അച്ഛന് ഇത് മനോഹരമായിട്ട് ഇത് പണി കഴിപ്പിച്ചത്. ഇവിടെയുള്ള പല കാര്യങ്ങളും ഒത്തിരി അർത്ഥമുള്ളതാണ്. പ്രധാനമായിട്ടും ഈ കാണുന്ന ചെറിയ കുടങ്ങൾ, വലിയ കുടം, ഇതിൻ്റെ മുകളിൽ കാണുന്ന വള്ളം എല്ലാം പ്രതീകാത്മകമാണ്. ആദ്യമായിട്ട് പറയുമ്പോൾ ഇതിൻ്റെ കമെടുത്ത് വെച്ചിരിക്കുന്ന കുടങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സാരതയെ സൂചിപ്പിക്കും. നാം എന്തെല്ലാം നേടിയാലും ഈ ലോകത്തു നിന്ന് പോകുമ്പോൾ നമ്മൾ ഒഴിഞ്ഞ കുടം പോലെ, കമെടുത്ത് വെച്ച കുടം പോലെ എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടവരാണ് എന്നുള്ള ചിന്തയാണ് ഈ സെമിത്തേരിയിലേക്ക് കയറുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയൊരു കുടം, അത് മരിച്ചവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. സാധാരണയായിട്ട് സെമിത്തേരികളിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ഭൗതികാവശിഷ്ടങ്ങൾ കൂട്ടിയിടുകയാണ് ചെയ്യുക. അതിന് അസ്ഥിക്കുഴി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അതിന് വിപരീതമായിട്ട് അതിനത് പൂജ്യമായി സംരക്ഷിക്കണം ഭൗതികാവശിഷ്ടങ്ങൾ. അതിനുവേണ്ടി ഒരു വലിയൊരു കുടം, ഈ കാണുന്ന ഈ കുടത്തിൻ്റെ അടിയിലേക്ക് ഏതാണ്ട് 10 അടിയോളം താഴ്ചയിലൊരു കിണറുമുണ്ട്. അവിടെ എത്രമാത്രം ഈ ഭൗതികാവശിഷ്ടം ഇട്ടാലും അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വലിയ ബൃഹത്തായ ഒരു കുടമാണ്. അത് ഇതിൻ്റെ ഒരു മനോഹാരിതയാണ്. അതുപോലെ തന്നെ ഈ ദേവാലയത്തിന് മുകളിലുള്ള വള്ളവും ഒക്കെ സഭയുടെ അല്ലെങ്കിൽ ദൈവശാസ്ത്രമായ കാഴ്ചപ്പാടിൽ സഭയെ സൂചിപ്പിക്കുന്നു. മനുഷ്യരെല്ലാവരും ഒരു കടലിൽ യാത്ര ചെയ്യുന്ന മനുഷ്യരാണ്, ഒരു നൗകയിലാണ്, വള്ളത്തിലാണ്. ആ വള്ളത്തിൽ നമ്മൾ ദൈവത്തെ ആശ്രയിക്കാനാണ് അവിടെ സ്ലീവായൊക്കെ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഹോഷിസ്ഥാന്റെ അത്ഭുതകരമായ സ്ഥലത്തേക്ക് പോകാം. സെമിത്തേരിയുടെ അടിയിൽ, അതായത് ജലനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പ്രാർത്ഥനാലയത്തിന് മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തൗന എന്നാണ് ഇതിന് പേര്. തൗന എന്നാൽ ജലത്തിനടിയിലെ പ്രാർത്ഥന കൂടാരം എന്നാണ് അർത്ഥം.
ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വെള്ളത്തിനടിയിലെ ഒരു ചാപ്പലുണ്ട് എന്നുള്ളതാണ്. ആ ചാപ്പൽ ഒരിക്കലും വെള്ളം കയറാത്ത രീതിയിലാണ് അതിനെ നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും വെള്ളമുണ്ടെങ്കിലും അതിനകത്ത് വെള്ളം കയറത്തില്ല. അവിടെ വരുന്നവർക്കും എല്ലാം ഒരു പ്രാർത്ഥനയുടെ നിശബ്ദതയുടെ അരൂപിയിൽ ആ വെള്ളത്തിനടിയിലെ ചാപ്പലിൽ പ്രാർത്ഥിക്കാൻ സാധിക്കും. കുട്ടനാട്ടിൽ നിന്ന് മാത്രമല്ല, വേറെ ഒരിടത്തും വെള്ളത്തിനടിയിൽ ഈ കേരളത്തിൽ ചാപ്പലുണ്ടെന്ന് കരുതുന്നില്ല. അങ്ങനെ വ്യത്യസ്തതയുള്ള ഈ ഹോഷേസ്ഥാൻ സെമിത്തേരി എല്ലാവർക്കും ഒരു ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു കാര്യവും താല്പര്യമുണ്ടാക്കുന്ന കാര്യവും ഒപ്പം പ്രാർത്ഥനയുടെ അനുഭവം നൽകുന്ന ഒരു കാര്യവുമാണ്. സ്നേഹജനത്തിന്റെ പ്രാർത്ഥനകൾക്ക് മീതെ മനോഹരമായ ഈ മോചന സ്ഥലത്ത് അവർ ശാന്തമായി ഉറങ്ങട്ടെ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ.